ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ നമ. ശ്രീമദ് ഭാഗവത മഹാപുരാണം പ്രഥമസ്കന്ധം 7-ാമത്തെ അധ്യായം 18-ാമത്തെ ശ്ലോകം 9-ാമത്തെ ഭാഗമായിട്ട് പറയണു. ഓം തമാപതന്തം സവിലക്ഷ്യ ദൂരാത് കുമാരഹോദ്വിഗ്നമനാരഥേന പരാദ്രവത് പ്രാണപരീപ്സുരുർവ്യാം യാവദ്ഗമം രുദ്രഭയാദ്യഥാക്ക. കുമാരഹ, കുമാരന്മാരെ കൊന്നവൻ, മക്കളെ കൊന്നവൻ. പിന്നെ ചെറിയ ഉണ്ണി എന്ന നിലയ്ക്കാണ് കുമാരൻ. ഒരു മുത്തശ്ശനൊക്കെ ആയിരുന്നു, അല്ലെങ്കിൽ പാഞ്ചാലിയുടെ മക്കളും ഒക്കെ ആയിരുന്നു. ഏതായാലും അങ്ങനെയുള്ള ആ കുമാരഹ, കുമാരന്മാരെ കൊന്ന, മക്കളെ കൊന്നതായിട്ടുള്ള ഉദ്വിഗ്ന മനാഹ, കുറച്ചൊരു ഉദ്വേഗം വന്നു. ഇനി എന്താ ഉണ്ടാവുകയാണാവോ എന്നുള്ള ഒരു തോന്നൽ വന്നു. ഭയപ്പെടുകയും ചെയ്തു. ഉദ്വിഗ്ന മനാഹ, ഭയപ്പെട്ട മനസ്സോട് കൂടിയിട്ട് സഹ, ആ അശ്വത്ഥാമാവ് രഥേന, തേരിലിരുന്നു കൊണ്ട് ആപതന്തം, നേരിട്ട് ഓടി വരിക, പിന്നാലെ ഓടി വരിക, അല്ലെങ്കിൽ തേരിൽ ആണ് പിന്തുടരുന്നതെന്ന് മനസ്സിലായി അശ്വത്ഥാമാവിന്. തം, ആ അർജുനനെ, കൃഷ്ണേന സഹിതം ആണ് കേട്ടോ, കൃഷ്ണസഹിതനായിട്ടുള്ള അർജുനനാണ്, കൃഷ്ണാർജുനന്മാരാ വരണത് രഥത്തില്. ദൂരത്ത് നിന്ന് വിലക്ഷ്യ, കണ്ടു. നോക്കിയപ്പോൾ എൻ്റെ പിന്നാലെ വല്ലവരും വരുന്നുണ്ടോ എന്ന് നോക്കിയപ്പോൾ അർജുനനും കൃഷ്ണൻ കൂടിയിട്ടാണ് വരണത്. അർജുനനെ കണ്ടു എന്നേ പറഞ്ഞിട്ടുള്ളൂ കേട്ടോ. പ്രാണപരീപ്സുഹു, ഇപ്പോൾ പ്രാണനെ രക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന, പ്രാണനെ ഒരു കവചമായിട്ട്, പ്രാണനെ രക്ഷിക്കണം. അപ്പോൾ പ്രാണനെ രക്ഷിക്കാൻ വേണ്ടി, എന്താ പ്രാണൻ ശരീരത്തിൻ്റെ ഉള്ളിലാണ് പ്രാണൻ, അപ്പോൾ അതുകൊണ്ട് ശരീരം കവചപ്പോൾ, അപ്പോൾ ആ ശരീരത്തിനെ രക്ഷിക്കണ്ടേ, പ്രാണനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ടോ തം, അവനെ ദൂരാത്, വളരെ ദൂരത്ത് തന്നെ കണ്ടപ്പോൾ പ്രാണപരീപ്സുഹു ആയിട്ടുള്ള ഈ തൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഉർവ്യാം, ഭൂമിയിൽ യാവദ്ഗമം, എത്രത്തോളം എത്താൻ പറ്റുമോ അത്രത്തോളം, യാവത് ഗമം, എത്രത്തോളം ഓടാൻ പറ്റുമോ വെച്ചാൽ അത്രത്തോളം. അപ്പം അങ്ങനെ വേഗത്തിൽ എന്നാവാം, അല്ലെങ്കിൽ ലക്ഷ്യം ഭേദിക്കാൻ എത്രത്തോളം സർവശക്തി ഉപയോഗിച്ചിട്ട് ഓടുതന്നെയാണ്. ഞാൻ എത്ര ദൂരയ്ക്ക് പോകാൻ പറ്റുമോ അത്രയും ദൂരയ്ക്ക് പോകും എന്നുള്ള അർത്ഥം. ദൂരത്തിനെയും വേഗത്തിലും രണ്ടുമുണ്ട്. അങ്ങനെ യാവദ്ഗമം, അങ്ങനെ ഓടുകയാണ്. രുദ്രഭയാത്, രുദ്രനെ ഭയപ്പെട്ടുകൊണ്ട്, കഹ യഥാ, ബ്രഹ്മാവ് എന്ന പോലെ, പരാദ്രവത്, ഇങ്ങനെ ഓടുകയാണ്. ഈ ബ്രഹ്മാവ് സരസ്വതിയെ ഒന്നിങ്ങനെ ആലിംഗനം ചെയ്യാൻ വേണ്ടി പുറപ്പെട്ടപ്പോൾ അത് അത്ര ശരിയല്ല എന്ന് ശിവൻ പറയണ്ടായിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് രുദ്രനെ കണ്ടിട്ട് ഓടി എന്നൊരു കഥയുണ്ട്. ഏതായാലും ഇവിടെ തേരിൽ കൃഷ്ണൻ അർജുനനെ കൊണ്ടുവരികയാണ്. അത് തൻ്റെ പിന്നാലെ ഓടി വരികയാണ്. ഇങ്ങനെ പാഞ്ചാലിയുടെ മക്കളെ കൊന്നതായിട്ടുള്ള താൻ തെറ്റുകാരനാണെന്നുള്ള കുറ്റബോധമുണ്ട്. ഈ അർജുനനെ ജയിക്കാൻ സാധിക്കില്ല എന്നുള്ള ആ ഒരു ദുർബലത അത് മനസ്സിൽ തോന്നുന്നുണ്ട്. അപ്പോൾ ഭയത്തോട് കൂടിയിട്ട് അശ്വത്ഥാമാവ് പ്രാണനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് എത്രയാണ് ഓടാൻ പറ്റുക അത്രയും ഓടുക. അവിടെ ദുര്യോധനനും കൂടിയും അതിനെ ശരിവെച്ചിട്ടില്ല, ഈ മക്കളെ കൊന്നത്. അപ്പോൾ കുമാരഹ ആണ്, പ്രത്യേകം പറഞ്ഞേൽക്കുക. അതുകൊണ്ട് പേടിയുണ്ട്. ഇനി തനിക്ക് കീർത്തിയും വേണ്ട, വേറൊന്നും വേണ്ട. എന്ന് വെച്ചാൽ യുദ്ധത്തിൽ ജയിച്ചാലേ കീർത്തി കിട്ടുക, പിന്നെ യുദ്ധത്തിൽ മരിച്ചു കഴിഞ്ഞാൽ മുക്തിയാണ്. ഇവിടെ ഇപ്പോൾ മുക്തി കിട്ടില്ല, കാരണം ശിക്ഷയായിട്ടാണ് മൃത്യു. യുദ്ധത്തിന് മരിക്കുക വെച്ചാൽ മുക്തിയുണ്ട്. എങ്കിലും ഇവിടെ സേനാനായകനാണ്, അപ്പോൾ ഒരുപക്ഷെ വധിച്ചാൽ എന്താ ഉണ്ടാവുക എന്ന് സംശയമുണ്ട്. ഇവിടെ ബ്രാഹ്മണനാണ്, അപ്പോൾ ബ്രഹ്മഹത്യാപാപം വരും അർജുനന്, അപ്പോൾ അത് പ്രശ്നമാണ്. അതേപോലെ തന്നെയാണ് ഈ മരണമില്ലാത്ത ഭാവമുണ്ട് അശ്വത്ഥാമാവിന്, അതും അതിലേറെ പ്രശ്നമാണ്. അപ്പോൾ അതുകൊണ്ട് ആകെ പേടിച്ചിട്ട് അർജുനനും. കൃഷ്ണൻ ഉണ്ടാവുകൊണ്ട് ശരി, അത്രയേ ഉള്ളൂ. അതിനെയൊക്കെ പേടിച്ചിട്ടാണ് ഈ അശ്വത്ഥാമാവ് ഉള്ളത്. അശ്വത്ഥാമാവ് ഓടി, എന്താ വേണ്ട, എനിക്ക് കീർത്തി വേണ്ട, എൻ്റെ പ്രാണനെ രക്ഷിച്ചാൽ മതി. അത് എങ്ങനെയാ, പണ്ട് പുത്രിയെ ആലിംഗനം ചെയ്യാൻ വേണ്ടിയിട്ട്, പുത്രി എന്ന് പറഞ്ഞാൽ ബ്രഹ്മാവിൻ്റെ പുത്രി സരസ്വതിയാണ്. ബ്രഹ്മാവ് പുത്രിയെ കണ്ട് ആലിംഗനം ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചപ്പോൾ രുദ്രൻ അവിടെ വന്നു. രുദ്രൻ അവിടെ നിന്ന് ശിക്ഷിക്കുക, ശൂലം എഴുതിയിട്ടാണ് വരണേ. അപ്പോൾ അത് കണ്ടപ്പോൾ പേടിച്ചിട്ട് ഓടി. എത്രത്തോളം ഭൂമിയിൽ ഓടി ചോദിച്ചാൽ ശരി, അങ്ങനെ ഓടി എന്നാണ്. അതൊരു കഥയാണ്. സാധാരണ ഈ കഥ അങ്ങനെ പറയാറില്ല. പക്ഷേ സൂര്യദേവൻ, ഈ മഹാദേവൻ്റെ ഈ ശൂലം പിന്നാലെ അങ്ങനെ
മഹാദേവൻ സൂര്യനെ വധിക്കാൻ വേണ്ടിയിട്ട് പോകുന്ന ഒരു രംഗമുണ്ട്. അത് സൂര്യൻ ഒരു ഭക്തനെ ശപിച്ചു, ശിവഭക്തനെ ശപിച്ചു, വിഷ്ണു പൂജ ചെയ്യാത്തതുകൊണ്ട്. ലക്ഷ്മി പൂജയും വിഷ്ണു പൂജയും ചെയ്യാത്തതുകൊണ്ട് കുശധ്വജൻ എന്നിട്ട് പേരാണ്. ആ ധർമ്മധ്വജൻ, കുശധ്വജൻ അങ്ങനെയുള്ള ഒരു രാജാക്കന്മാരുടെ പേരുണ്ട്. അപ്പോൾ അതിൽ ഒരു രാജാവ് ഇതേപോലെ ശിവഭക്തനാണ്. നേരിട്ട് ഇങ്ങനെ ഭഗവാനെ എപ്പോഴും കണ്ടുകൊണ്ട് അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ചില സമയങ്ങളിൽ ശിവപൂജ അത് മാത്രം ചെയ്താൽ പോരാ, വിഷ്ണുവിനെയും പൂജിക്കണം, ലക്ഷ്മിയും പൂജിക്കണം. ചില ദിവസങ്ങളിലൊക്കെ പ്രത്യേകതയുണ്ട്. അതൊന്നും ചെയ്യില്ല. അപ്പോൾ സൂര്യൻ അത് വല്ലാത്ത ഒരു സങ്കടമായി. അപ്പോൾ ശ്രീ നശിച്ചു പോട്ടെ എന്ന് പറഞ്ഞു. അത് ശിവന് ഇഷ്ടമായില്ല. എൻ്റെ ഭക്തനെ ശപിക്കാൻ നീയാരാ എന്ന് ചോദിച്ചുകൊണ്ട് സൂര്യൻ്റെ പിന്നാലെ ത്രിശൂലം എടുത്തിട്ട് ഓടി. അപ്പോൾ ആ ഓട്ടത്തിനെ ഉദാഹരണമായിട്ട് പറയാറുണ്ട്. ഇവിടെ ബ്രഹ്മാവ് സരസ്വതിയുടെ ഒരു സൗന്ദര്യം കണ്ടിട്ട് പത്നിയാക്കാൻ ഉദ്ദേശിച്ചു. തൻ്റെ പുത്രി ഭാവത്തിലാണ് വരിക, കാരണം താൻ സൃഷ്ടിച്ചതാ. അപ്പോൾ അതുകൊണ്ട് പുത്രി ഭാവത്തിലാണ് വരിക. പുത്രിയെ കല്യാണം കഴിക്കാൻ പാടില്ല എന്ന് മഹാദേവൻ ശഠിച്ചു. അപ്പോൾ ബ്രഹ്മാവിനെ വധിക്കാൻ വേണ്ടി തൃശ്ശൂരം എടുത്ത് പിന്നാലെ ചെന്നു. അപ്പോൾ എല്ലാവരും ഒരേപോലെ ബ്രഹ്മാവിനോട് പറഞ്ഞു ഇത് ശരിയല്ല. അപ്പോൾ ബ്രഹ്മാവ് എന്ത് കാട്ടി? ആ ശരീരത്തെ ഉപേക്ഷിച്ചു എന്നാ. ശരീരത്തെ ഉപേക്ഷിച്ചു എന്നേ ഉള്ളൂ. ബ്രഹ്മാവിൻ്റെ പത്നിയായിട്ട് തന്നെയാണ് ഈ സരസ്വതി ഇപ്പോഴും ഇരിക്കുന്നത്. അത്രയേ ഉള്ളൂ. അപ്പം അതിൻ്റെ വിഷയമില്ല. ഇവിടെ തം ആപതന്തം, അങ്ങനെയുള്ള അദ്ദേഹത്തിനെ, അതായത് ഈ അശ്വത്ഥാമാവിനെ പിന്നാലെ ഓടി വരികയാണ്. ഈ ആരാ ഓടി വരുന്നത്? ഈ അർജുനൻ ഓടി വരുന്നുണ്ട്. അപ്പോൾ അതിങ്ങനെ ദൂരത്ത് നിന്ന് കാണുകയാണ്. ഇങ്ങനെ തൻ്റെ അടുത്തേക്ക് എത്താറായിരുന്നു. അതിങ്ങനെ സവിലക്ഷ്യ, തൻ്റെ അടുത്തേക്ക് എത്താറായിട്ടുള്ള ആ അർജുനനെ സഹ, ആ അശ്വത്ഥാമാവ് വിലക്ഷ്യ കണ്ടു, ദൂരാത്. എന്താ ഇവിടെ കുറ്റം? എന്താ? കുമാരഹ, കുമാരന്മാരെ കൊന്നതായിട്ടുള്ള ഭാവം. ഉദ്യുഗ്നമന, അതുകൊണ്ട് തന്നെ ഭയപ്പെട്ടു ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ. പിന്നാലെ തം ആപതന്തം, പിന്നാലെ വരിക. അപ്പോൾ അടുത്ത് എത്താറായോ സംശയമുണ്ട്. അത്രയും കൂടി ആയിരുന്നു. നേരിട്ട് ഇങ്ങനെ പഞ്ഞു വരിക. തന്നെ കൊല്ലാൻ തന്നെയാണ്, സംശയമില്ല. ഗാന്ധികമൊക്കെ ഉണ്ട് കയ്യിൽ. അപ്പം അങ്ങനെയുള്ള ആ ആപതന്തം, തൻ്റെ അടുത്തേക്ക് വരുന്നതായിട്ടുള്ള ആ അർജുനനെ അശ്വത്ഥാമാവ് കണ്ടു കഴിഞ്ഞപ്പോൾ, ദൂരെ നിന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ കുമാരന്മാരെ വധിച്ചതായിട്ടുള്ള ആ അശ്വത്ഥാമാവിന് പേടി വന്നു. ഉദ്യുഗ്നമന, രഥേനയാണ്. ഈ അർജുനൻ വരുന്നത് രഥത്തിലാണ്. അപ്പോൾ വേഗം എത്തും. പരാദ്രവത്, ഇങ്ങനെ വളരെ പെട്ടെന്ന് ഓടി വരികയാണ്. അപ്പം അങ്ങനെ വരുന്നതായിട്ടുള്ള ഈ അർജുനനെ കണ്ടിട്ട് അശ്വത്ഥാമാവ് പരാദ്രവത്, ഇനി എങ്ങനെ ഓടാൻ പറ്റുന്ന വെച്ചില്ല, അത്ര സ്പീഡിൽ എത്ര ദൂരത്തേക്ക് കീഴടക്കാൻ പറ്റുന്ന വെച്ചില്ല, അത്രയും ദൂരം കീഴടക്കാൻ വേണ്ടിയിട്ട് ആക്കറ്റ് ഓടി എന്ന് പറയില്ലേ, അങ്ങനെ പരാദ്രവത്. എന്തിനു വേണ്ടിയിട്ടാ? പ്രാണപരീപ്സുഹു, പ്രാണനെ രക്ഷിക്കാനുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ട്, ഉർവ്യാം, ഭൂമിയിൽ. പിന്നെയോ യാവത് ഗമം, എത്രത്തോളമാണോ, അതായത് സഞ്ചരിക്കാൻ ഇനി ഇത്രയേ പറ്റുള്ളൂ, അത്രത്തോളം അങ്ങോട്ട് സഞ്ചരിക്കാം. അങ്ങനെ യാവത് ഗമം, എവിടെ എത്താൻ പറ്റും അവിടം വരെ എന്നുള്ള നിലയ്ക്ക് ഓടി. രുദ്രഭയാത് യഥാ കഹ, കഹ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രഹ്മാവ്. രുദ്രഭയാത്, രുദ്രനെ ഭയപ്പെട്ടുകൊണ്ട്, യഥാ, എപ്രകാരത്തിലാണോ രുദ്രനെ ഭയപ്പെട്ട് ബ്രഹ്മാവ് ഓടിയ പോലെ ഈ അശ്വത്ഥാമാവ് ഓടി അർജുനനെ കണ്ടപ്പോൾ. തം ആപതന്തം സ വിലക്ഷ്യ ദൂരാത് കുമാരഹോദ്യുഗ്നമനാരഥേന, കുമാരഹ ഉദ്യുഗ്നമനാരഥേന പരാദ്രവത് പ്രാണപരീപ്സുഹു ഉർവ്യാം യാവത് ഗമം രുദ്രഭയാത് യഥാ കഹ. അപ്പോൾ അർജുനൻ പിന്നാലെ വരുന്നതിനെ കണ്ടു. അശ്വത്ഥാമാവ് കണ്ട സമയത്ത് ദൂരത്തു നിന്നാണ് കണ്ടത്. അപ്പോൾ അടുത്തേക്ക് വേഗം എത്തുന്നു മനസ്സിലായി. പിന്നെ കുമാരന്മാരെ, പാഞ്ചാലിപുത്രന്മാരെ വധിച്ചയാളാണ്. അതുകൊണ്ട് തന്നെ അർജുനൻ പിന്നാലെ വരുന്നുണ്ടപ്പോൾ പേടിച്ചു. രഥത്തിലാണ് വരണത്. അപ്പോൾ ആക്കറ്റോടി സ്വന്തം ജീവനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഭൂമിയിലൂടെ എത്രയാ ഓടാൻ പറ്റുക ഓടി. അപ്പോൾ നടന്നിട്ടാണ് പോകണമെന്ന് അർത്ഥം, അതായത് രഥമൊന്നുമില്ല. അങ്ങനെ ഓടി കുതിരപ്പുറത്ത് പോയി എന്നൊരു കഥയുണ്ട്. കുതിരപ്പുറത്ത് പോയിട്ട് കുതിര ക്ഷീണിച്ചപ്പോൾ അവിടെ ഇറങ്ങി. എന്നിട്ട് മറ്റേ ഓട്ടം കാലുകൊണ്ട് ഓടി. അപ്പോൾ പിന്നാലെ ചെന്നു അർജുനൻ എന്നതാണ്. എന്നിട്ട് പിടിച്ചിട്ട് വധിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു. വധിക്കാൻ വേണ്ടിയിട്ടല്ല, അപ്പോഴേക്കും പല ചിന്തകളൊക്കെ വന്നു. കൃഷ്ണൻ പറഞ്ഞു വധിച്ചോളൂ, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. പക്ഷേ വധിച്ചില്ല. ചെയ്തത് ചിന്തിച്ചു.
അപ്പോൾ പാഞ്ചാലിയുടെ അടുത്ത് കൊണ്ടുപോയില്ല. എന്നിട്ട് പാഞ്ചാലി പറഞ്ഞ പോലെ ചെയ്യാം. അങ്ങനെ ഒരു വാക്കുണ്ട്. ഇനി എന്താണോ പാഞ്ചാലി പറയുന്നത് അതാണ് ഈ ചില നിർബന്ധമുള്ള ചില കാര്യങ്ങളുണ്ട്, വളരെ പ്രധാനപ്പെട്ടതായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. അതൊക്കെ പാഞ്ചാലിയുടെ അഭിപ്രായത്തിനനുസരിച്ച് ഞങ്ങൾ ചെയ്യുള്ളൂ എന്ന് ഭാര്യയോട് ശപഥം ചെയ്യുന്നുണ്ട് ഭർത്താക്കന്മാർ 5 ആളും. അപ്പോൾ അതിൽ അർജുനന് പെട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ളൊരു കാര്യം, ബ്രാഹ്മണനെയാണ് വധിക്കേണ്ടത്, ഗുരുവിൻ്റെ പുത്രനെയാണ് വധിക്കേണ്ടത്, മരണമില്ലാത്ത അശ്വത്ഥമാവിനെയാണ് വധിക്കേണ്ടത്. പിന്നെ ഒപ്പം വിദ്യ പഠിച്ച ആളാണ്, അപ്പോൾ സതീർത്ഥ്യനാണ്. അങ്ങനെ അനവധി ദോഷങ്ങൾ ഈ മക്കളെ കൊന്നിട്ടുള്ള ശത്രുവായിട്ടുള്ള ബ്രഹ്മബന്ധുവായിട്ടുള്ള ഭക്തന്മാരെ വധിക്കാൻ പുറപ്പെട്ടായിട്ടുള്ള ആതതായി ആയിട്ടുള്ള ആയുധം എടുത്തിട്ടുള്ള ഈ അശ്വത്ഥമാവിനെ വധിച്ചാൽ കുഴപ്പമുണ്ട്. അപ്പോൾ തുല്യമല്ല, ശിക്ഷാർഹമാണെങ്കിൽ ശിക്ഷിക്കേ വേണ്ടൂ. ഇതിപ്പോൾ ഒരു തുല്യമല്ല, അതിനേക്കാൾ കൂടുതലാണ്, വധിച്ചാലാ കൂടുതൽ കുഴപ്പം. അപ്പോൾ എന്നാൽ പാഞ്ചാലിയോട് ചോദിക്കാം. പാഞ്ചാലിയോടും പറയാൻ കൃഷ്ണൻ പറഞ്ഞാൽ പോരാന്ന്. അത് യുധിഷ്ഠിരന് മാത്രമൊന്നുമല്ല, അർജുനനും ഉണ്ട്. കൃഷ്ണൻ പറഞ്ഞാൽ പോരാ, പാഞ്ചാലി പറയണം. ന്യായം അന്യായം, അതാണ്. അത്ര ധാർമ്മികരാണ് പാണ്ഡവര്. അപ്പോൾ ആ പാണ്ഡവർ ചെയ്യുന്നത് മുഴുവൻ ധർമ്മത്തിന് ലെവലേശം തെറ്റ് വരാൻ പാടില്ല എന്ന് വ്യാസൻ കണിശമായിട്ട് എല്ലാ കാര്യത്തിലും സൂക്ഷ്മമായിട്ട് ഇത് പറഞ്ഞിട്ടുണ്ട്. ആ സൂക്ഷ്മതയാണ് ഇവിടെ പാഞ്ചാലിയുടെ അടുത്തേക്ക് ഒരു ശിക്ഷ ചെയ്യാതെ അങ്ങോട്ട് കൊണ്ടെടുത്തത്. അപ്പോഴാണ് പാഞ്ചാലി പറയണത് കൊല്ലരുതെന്ന്. അങ്ങനെ ഈ പ്രാണനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഭൂമിയിൽ ഓടുന്ന ആ എത്രത്തോളം ദൂരം സഞ്ചരിക്കാൻ പറ്റും അത്രത്തോളം ദൂരം ഓടാൻ വേണ്ടിയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നതായിട്ടുള്ള അശ്വത്ഥാമാവിനെ പിന്തുടർന്നു. എങ്ങനെയാണ് പിന്തുടർന്നത്? രുദ്രനെ ഭയന്നുകൊണ്ട് ബ്രഹ്മാവ് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഓടിയ പോലെ എന്നാണ്. തമാപദന്തം സവിലക്ഷ്യ ദൂരാത് കുമാരഹോദ്യുഗ്നമനാരഥേന പരാദ്രവത് പ്രാണപരീപ്സുരുർവ്യാം യാവദ്ഗമം രുദ്രഭയാദ്യഥാക. ഇപ്പോൾ പ്രഥമ സ്കന്ധത്തിലെ 7-ാമത്തെ അധ്യായത്തിലെ 18-ാമത്തെ ശ്ലോകം 9-ാമത്തെ ഭാഗമായിട്ട് പറഞ്ഞു. നാരായണ നാരായണ.